ഹലോ ഗായ്സ്, വിക്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലല്ല കേട്ടോ, നമ്മൾ പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ അനു വീണ്ടും പ്രഗ്നൻ്റ് ആണ്. അനു മീൻസ് നമ്മുടെ ഡയമണ്ട് കപ്പിൾസിലെ ആൻഡ് മേരി ജോസഫ്. അപ്പോൾ അവൾ വീണ്ടും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വളകാപ്പ് ചടങ്ങിൻ്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ കാണാനും വന്നിട്ടില്ല. അങ്ങനെ അവളെ കാണാനും അതുപോലെ നമ്മുടെ വളകാപ്പ് ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. ഇത് നമ്മുടെ ഒലവക്കോട് ടൗണാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു കണ്ടിട്ടുണ്ടാവും. അനുവിന് വിനീഷേട്ടനൊക്കെ വീട്ടിലിരുത്തി. അനു മേക്കപ്പിലാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. അപ്പോൾ ഞാനും ടൈമും കൂടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു. ആദ്യം നമ്മൾ ഷൂട്ടിന് ഡെക്കറേഷനൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഒക്കെ പെട്ടെന്നുള്ളതാവുകൊണ്ട് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനും ടൈമും കൂടി കുറച്ച് വാഴയില മേടിച്ചു. ദെൻ ഞങ്ങൾ സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി വന്നു. സ്വീറ്റ്സ് അധികമൊന്നുമില്ല, ചെറിയൊരു ഷൂട്ടാണ്. അവളുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം കുഞ്ചുളുവിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും അവൾക്ക് ചെയ്യുന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഡൈമും കൂടിയും കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. നമ്മുടെ ജാഗിരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ വന്ന് ഞങ്ങൾ വീട്ടിലെത്തി. അനുവിടെ മേക്കപ്പിലാണ്. വിനീഷേട്ടൻ്റെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ഞാനും ഡൈമും കൂടി എല്ലാ ഡെക്കറേഷനും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ചെറിയൊരു ഡെമോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് അടിക്കണ്ട കേട്ടോ, ഇത്ര വെയിറ്റ് കാരണം. നല്ലതാണ്. അയാളെ കണ്ടതൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരു ഫോട്ടോഗ്രാഫർ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളതൊക്കെ. ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, ഇങ്ങനത്തെ ഒരു ഐഡിയ അത് ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട്. എന്റെ ഹസ്ബൻഡ് ഇല്ലാത്ത സാധനങ്ങൾ മാറ്റാൻ പറ്റില്ല ഇപ്പോ. അങ്ങനെ ഞാനും ഡൈമും കൂടി ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചു. ഇല വെച്ചിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡിയായി തുടങ്ങി. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡൗട്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ മുട്ട് സൂചി മേടിക്കാൻ പറഞ്ഞു. പിന്നെ സ്റ്റാപ്ലർ എടുക്കണോ അതോ ഇത് വെക്കണോ ചെയ്യണം. ഫൈനലി ഞങ്ങൾ ഈ ഇൻസുലേഷൻ ടാപ്പും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കിക്കൊണ്ടിരുന്നു. കുറച്ച് ഇലയുടെ കമ്മി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഡൈമു കുറച്ചും കൂടെ ഇല വെട്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ മേടിച്ചു പുറത്തുനിന്ന്. അത് കൂടാഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും എടുക്കാമെന്ന് വേണ്ടി ഡൈമു കുറച്ച് ഇല വെട്ടാൻ വേണ്ടി പോയതാണ്. ആ ടൈമിൽ ഞാനിവിടെ ബാക്കിയുള്ള ഇലയൊക്കെ വെച്ച് റെഡിയാക്കിക്കൊണ്ടിരുന്നു. സംഭവം വേറൊരു ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഡെക്കറേഷൻ, ഈ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിനീഷേൻ്റെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ അനുവിന് പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അനുവിന് വിനീഷേട്ടനും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളതായ എൻ്റെ ഡയമോൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങളിത് സെറ്റാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അനുത മേക്കപ്പിലാണ്. ഏകദേശം മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇത് അവരുടെ തന്നെ ഡയമോൻ്റെ തന്നെ റിലേറ്റീവാണ്. ചേച്ചിയുടെ കൊച്ചവിടെ ഇറങ്ങുന്നുണ്ട്. അനുവിൻ്റെ ആൻറ്റി ആയിട്ട് വരും. ഏറെക്കുറെ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. സ്വീറ്റ്സൊക്കെ നമ്മൾ ടേബിളിൽ വെച്ചു, റെഡിയാക്കി വെച്ചു. അപ്പോൾ വേസ്റ്റ് വന്ന പേപ്പറും അതുപോലെ കവറുകളൊക്കെ ഞങ്ങൾ മാറ്റി വയ്ക്കായിരുന്നു. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഏകദേശം അതിന് മേക്കപ്പ് കഴിയാനായി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച സ്വീറ്റ്സ് കേട്ടോ. കുറച്ച് മേടിച്ചിട്ടില്ല, നമ്മൾ ചെറിയൊരു ഷൂട്ടാണ്. അവിടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കുട്ടി ടൈം കുറച്ച് സമയം കൊണ്ടൊരു കുട്ടി ഷൂട്ടാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. ഇനി കുറച്ച് വെക്കാനുള്ളത് കുറച്ച് വളയാണ്. കുപ്പികൾ നമ്മൾ മേടിച്ചിരുന്നു കേട്ടോ. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഷ്ടപ്പാടാ. ഞാൻ നിങ്ങളെ വളർപ്പ് ഞാനല്ലേ ചെയ്തിരുന്നേ. വാഴയില്ല ഇവിടെ വെട്ടിയത്. അവിടെ നമ്മൾ തെങ്ങ് വെട്ടും. ചെറിയ ചെറിയ ഓട്ടയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തെങ്ങ് പോലെ ഇട്ടിട്ട് നിറയ്ക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെക്കറേഷൻ. ഇനി എന്തൊക്കെയോ സാധനമൊക്കെ മേടിക്കാണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ ഒന്നും ഓർമ്മ കിട്ടിയില്ല. നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിച്ച് സെറ്റപ്പാക്കി വെച്ചു. പിന്നെ കുറച്ച് കളഭത്തിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് തേക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പരിമിതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളതുപോലെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളതൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തു. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി. എന്റെ പൊന്നു വിനീച്ചേട്ടാ,
അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുക. ആദ്യം നമ്മൾ പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തത്തെ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തത്തെ ലൈറ്റ് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം പുറത്തെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നേ തന്നെ ചെറിയൊരു ചീനിമരമുണ്ട്. അതിൽ ഷൂട്ടിൽ വെച്ചിട്ട് നല്ല പിക്ക് അടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് എത്തി. ആദ്യം ഇവരുടെ കപ്പിൾ പിക്കാണ് അടിക്കുന്നത്. അല്ല, ഫാമിലി പിക്ക്, കപ്പിളല്ല, ഫാമിലി പിക്ക് അടിച്ചു. കുഞ്ചുളുടെ ഡ്രസ്സ് കോമഡിയാണ്. കുറേ മുന്നത്തെ ഡ്രസ്സാണ്, അവൾ കുഞ്ഞിലേ ഉള്ള ഡ്രസ്സാണ്. അപ്പോൾ തപ്പിയപ്പോൾ കിട്ടിയ ഡ്രസ്സായിരുന്നു. ഏകദേശം മാച്ചാക്കിയിട്ട് കിട്ടിയ ഡ്രസ്സായിരുന്നു അവൾക്ക് ഇട്ടിരുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു അത് കാണാൻ. തമന്നയെ പോലെ വയറൊക്കെ കാണിച്ച് നല്ല രസമായിരുന്നു, ക്യൂട്ടായിരുന്നു. പിന്നെ അവൾക്ക് 1-2 റീലൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ റീലെടുക്കാനുള്ള ഷോട്ട് എടുക്കായിരുന്നു. അങ്ങനെ ഏറെക്കുറെ റീലും കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുത്തെ ഷോട്ട് മതിയാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പോവായിരുന്നു. എനിക്ക് കണ്ണെടുത്തായിരുന്നു കേട്ടാ. മൂക്കൊക്കെ ചൊറിഞ്ഞു, മാന്തി ഒക്കെ കളഞ്ഞു. ഉള്ളിൽ നമ്മൾ അധികം ഷോട്ടൊന്നും എടുത്തില്ല കേട്ടോ, എടുക്കാൻ കഴിഞ്ഞില്ല. അന്നാണ്ട് ഞാനും ബിസി ആയിരുന്നു. പിന്നെ വിനീഷേട്ട ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഡയമണ്ട് തന്നെ 1-2 പരിപാടിയിലായിരുന്നു. അപ്പോൾ നമുക്ക് അധികം ഷോട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അവിടുത്തത് അങ്ങനെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് ഷോട്ടും കൂടി എടുത്തിട്ട് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡയമോന് ഇവർ 2 പേരുള്ള കുറച്ച് പിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പിക്കൊക്കെ എടുത്ത് നമ്മളുടെ ഷൂട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല, ഞാൻ പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. നെക്സ്റ്റ് പാർട്ട് എന്തായാലും നാളെ ഉണ്ടാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.